മൂലോത്തുംകുന്ന് കൈരാതികിരാത ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇരട്ടി അമല ഹോസ്പിറ്റൽ സർജൻ ഡോക്ടർ എസ്.ആർ. ശ്രീരാഗ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എങ്ങനെയാണ് ഒരു ഉത്തമ പുരുഷൻ പെരുമാറേണ്ടതെന്നും എങ്ങനെയാണ് ഒരു ഭരണാധികാരി ആകേണ്ടതെന്നും കാണിച്ചു തന്ന വ്യക്തിത്വമായിരുന്നു രാമായണത്തിലെ രാമൻ എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ രാമൻ എന്താണ് വാസം ആ കാലത്ത് ചെയ്തത് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയോ ചെയ്താൽ മതിയായി. രാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം നമ്മുടെ ആരാധനയ്ക്കപ്പുറം ഒരു ഉത്തമ പുരുഷൻ എങ്ങനെ പെരുമാറണമോ ആ ഒരു സാഹചര്യത്തിലൂടെ അദ്ദേഹം പോയി വനവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. അതായത് ഒരിക്കലും അദ്ദേഹത്തിന് അർഹതപ്പെട്ട അല്ല എങ്കിൽ പോലും വനവാസത്തിന് പോവുകയും തിരിച്ച് പൂർവാധിക ശക്തിയോടെ വന്ന് രാജ്യം ഭരിക്കുകയും എങ്ങനെയാണ് ഒരു ഭരണാധികാരി ആകേണ്ടതെന്ന് കാണിച്ചു തരികയും എല്ലാം ചെയ്ത ഒരു വ്യക്തിത്വമാണ് രാമൻ. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കാഴ്ചകളും ഉയർച്ചകളും ഉന്നതികളും എല്ലാം സംഭവിക്കാറുണ്ട്. സ്വന്തം ഭാര്യയായാലും അനുജനെയായാലും പ്രജകളെ ആയാലും എങ്ങനെയാണ് അദ്ദേഹം എല്ലാവരെയും ഒന്നുപോലെ കണ്ടതെന്നും അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങളും ഇക്കാലത്തും നമുക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി ഓർക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ രാമായണ ഈ ഒരു മാസം മുതൽ രാമായണത്തിൻ്റെ ഓരോ അധ്യായങ്ങളും അല്ലെങ്കിൽ രാമായണത്തിൻ്റെ ഓരോ കഥകളും നമ്മളിങ്ങനെ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് നമ്മുടെ മനസ്സ് ഒത്തിരി ശുദ്ധമാവുകയും സഹജീവികളോടുള്ള സ്നേഹം കൂടുകയും പുതിയൊരു ലോകം, അതായത് ഇനിയുള്ള ഭാവിയിലുള്ള ലോകത്തിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയും ചെയ്യും. ഞാൻ ക്ഷേത്രത്തെ കമ്മിറ്റിക്ക് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവിധ ആശംസകളും. എന്നിൽ എന്ത് മാറ്റമുണ്ടാക്കണമെന്ന് തിരിച്ചറിയാനുള്ളൊരു വലിയ പാഠമാണ് ഹൈന്ദവ ദർശനങ്ങളിലെ ആധ്യാത്മികത എന്നും രാമായണം പോലുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നത് അതാണെന്നും തുടർന്ന് മുഖ്യഭാഷണം നടത്തിയ കെ.ഡി. പ്രശാന്ത് കുമാർ തോലമ്പ്ര പറഞ്ഞു. എത്താനുള്ള ഒരു വലിയ ഘടകമാണ് ഹൈന്ദവ ദർശനത്തിലെ ആധ്യാത്മികത എന്ന് പറയുന്നത്. നമ്മളെ തന്നെ തിരിച്ചറിയുന്നു, നമ്മളെ തന്നെ അറിയുന്നു, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുന്നു, എന്നിൽ എന്ത് മാറ്റം ഉണ്ടാകണമെന്ന് തിരിച്ചറിയാനുള്ള വലിയൊരു സിലബസാണ്, ഒരു പാഠമാണ് ഹൈന്ദവ ദർശനങ്ങളിലെ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഈ പരിവർത്തനമാണ്, മാറ്റമാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം ലക്ഷ്യമാക്കുന്നത്. രാമായണം ഉദ്ഘോഷിക്കുന്നത് അതാണ്. നമ്മളിൽ ആത്മീയമായ മാറ്റം ഉണ്ടാകുന്നു, നമ്മുടെ മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കുന്നു, മാറ്റം ഉണ്ടാകുന്നു. നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടായാൽ അതാണ് നമുക്ക് യഥാർത്ഥമായ സുഖം തരുന്ന ഘടകം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് മാറിയില്ലെങ്കിലോ, മനസ്സിലൊരു മാറ്റവും ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു സുഖവും എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ കഷ്ടതകൾക്കും നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ നാശത്തിനും ഒക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ദേവാസുര കാലഘട്ടത്തിൽ ശത്രു അടുത്ത രാജ്യത്തായിരുന്നു, അല്ലെ? ദേവലോകവും അസുരലോകവും. ദേവാസുര കാലഘട്ടത്തിൽ ശത്രു അടുത്ത ലോകത്തായിരുന്നു, മറ്റൊരു ലോകത്തായിരുന്നു. എന്നാൽ ശ്രീരാമചന്ദ്രന്റെ കാലഘട്ടമാകുമ്പോഴേക്കും ശത്രു അടുത്ത രാജ്യത്തായി. ഭാരതത്തിലെ രാമനും ലങ്കയിൽ രാവണനും. എന്നാൽ കൃഷ്ണന്റെ കാലഘട്ടമാകുമ്പോഴേക്കോ കുടുംബത്തിൽ തന്നെയായി. ശ്രീകൃഷ്ണന്റെ ശത്രു സ്വന്തം അമ്മാവനായിട്ടുള്ള കംസൻ. എന്നാൽ ഈ കലിയുഗത്തിൽ നമ്മുടെ ശത്രുക്കൾ അടുത്ത ലോകത്തല്ല, അടുത്ത രാജ്യത്തല്ല, നമ്മുടെ കുടുംബത്തിലുമല്ല. ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, മനസ്സിൽ തന്നെയാണ് നമ്മുടെ ശത്രു കുടിയിരിക്കുന്നത്. ആ ശത്രുവിനെ പടി ഇറക്കി വിട്ട് സുഖജീവിതം നയിക്കാനുള്ള സന്ദേശമാണ് നമ്മുടെ രാമായണം ഉദ്ഘോഷിക്കുന്നത്. ആ ശത്രുവിനെ കീഴടക്കാനുള്ള, ഒരു മനസ്സിനെ രൂപപ്പെടുത്താനുള്ള, സംസ്കരിച്ചെടുക്കാനുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ രാമായണം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള പരിപാടിയെല്ലാം അതിനു വേണ്ടിയാണ്. ഒരു നല്ല പരിവർത്തനം നമ്മളിൽ ഉണ്ടായി, നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവും നമ്മുടെ സമൂഹ ജീവിതവും എല്ലാം ശാന്തി സമ്പൂർണമായി
മാറ്റിയെടുക്കാനുള്ള സന്ദേശമാണ് ഈ ഒരു രാമായണ മാസം നമുക്ക് നൽകുന്നത്. ഈ ഒരു തത്വമാണ് നമ്മളെല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ഈ ഒരു സംഗതി നമ്മളെല്ലാവരും നല്ല മനസ്സിൻ്റെ ഉടമകളായി മാറി, നല്ല ജീവിതത്തിൻ്റെ ഉടമകളായി മാറി, സുഖസമ്പൂർണമായ ജീവിതത്തിൻ്റെ ഉടമകളായി എല്ലാവരും മാറട്ടെ. എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ക്ഷേത്രം രക്ഷാധികാരി പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. രാമായണ പാരായണ സമിതി കൺവീനർ എ.വി. രാമകൃഷ്ണൻ, എ. പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകുന്നേരം 5:30 രാമായണ പാരായണം, എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 പ്രഭാഷണം എന്നിവ നടക്കും. ഓഗസ്റ്റ് 4 രാവിലെ നടക്കുന്ന രാമായണ പാരായണം പ്രശ്നോത്തരി മത്സരങ്ങൾ ക്ഷേത്ര രക്ഷാധികാരി വത്സൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്യും. ആഗസ്റ്റ് 13 ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ അഴകം മാധവൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും നടക്കും.